തൂത്തുക്കുടി നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നു പണ്ടും. പ്രിയയുടെ ഗ്രാൻഡ് ഫാദറിന് അവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മടിച്ചു. കഴിയുന്നതും ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. കാരണം അപ്പോഴത്തേക്കും പ്രിയയുടെ മദറിൻ്റെ നിലയും മോശമായി തുടങ്ങിയിരുന്നു. ഏതായാലും അവിടെ ഇപ്പോൾ ഒരു ഫാക്ടറി എന്തുകൊണ്ടും നല്ലതാ. പ്രത്യേകിച്ചും ആസ് എ പോർട്ട് തൂത്തുക്കുടിക്ക് ഇപ്പോൾ നല്ല പ്രാധാന്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഡാഡി ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതങ്ങ് തീർക്കാം. വൈകുണ്ഠം കൺസ്ട്രക്ഷൻസിനെ അത് ഹാൻഡിൽ ചെയ്യാമെന്ന് ഉറപ്പുണ്ടോ? നീ അവരോട് ചർച്ച ചെയ്തിരുന്നല്ലോ അല്ലേ? ഓവ്, അവർ വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്തു തീർക്കും. അതിനൊക്കെ ഉറപ്പുണ്ട്. ആ, ഒരു കുടുംബത്തിലെ ബാക്കിയെല്ലാം പടുമുളയാണെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം കയറി രക്ഷപ്പെടുമെന്ന് പറഞ്ഞതുപോലെയാ വൈകുണ്ഠത്തിൻ്റെ കാര്യം. ആ പെങ്കൊച്ചേതായാലും മിടുക്കി തന്നെയാ. പൂജ്യത്തിൽ നിന്നല്ലേ ആ പെൺകുട്ടി പിടിച്ചു കയറി ഇത്രത്തോളം എത്തിയത്. ആരാ? അമൃതയുടെ കാര്യമാണോ പറഞ്ഞത്? പിന്നല്ലാതെ. തൂത്തുക്കുടിയിലെ ഫാക്ടറി അവർക്കാ കൊടുക്കുന്നത്. എന്ത് നല്ല ഫിനിഷാ അവരുടെ വർക്കിന്. എന്ത് ഫിനിഷ്? ഡാഡിയെ ഹരി ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. വേണ്ട, അവർക്ക് നമ്മുടെ വർക്കൊന്നും കൊടുക്കണ്ട. ഡോണ്ട് ബി സില്ലി പ്രിയ. നമ്മൾ അവർക്ക് കൊടുക്കാന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞു. ഇതെന്താ? നമ്മുടെ വർക്ക് ചെയ്യാൻ വേറെ ആരും ഇല്ല ഈ നാട്ടില്. ആകെ അമൃത അവളുടെ കമ്പനി മാത്രമേ ഉള്ളൂ. ഒരു റിലയബിൾ ഫാമിനെ ഏൽപ്പിക്കുന്നതാ ബുദ്ധി. അതുകൊണ്ട് അവർക്ക് കൊടുത്തു. മാത്രമല്ല, അവരാണ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള കൊട്ടേഷൻ തന്നത്. നോണ നോണ, യു ആർ ചീറ്റിംഗ് മീ. എന്തിനെ? എന്റെ പൊന്നു മോളെ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഡാഡി മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് ഇതാ മനസ്സിലാവാത്തെ. ഡാഡി എന്തിനാ ഇക്കാര്യത്തിൽ ഇടപെടുന്നേ? എപ്പോഴും ഹരിക്കൊരു സപ്പോർട്ട്, അതും അമൃതയുടെ കാര്യത്തില്. ഞാനാണോ അമൃതയാണോ ഡാഡിയുടെ മോള്? എനിക്ക് സംശയമില്ല. നിനക്ക് വല്ല സംശയമുണ്ടോ? വെറുതെ കളിയാക്കല്ലേ ഡാഡി. ഇത് ഞാൻ സമ്മതിക്കില്ല. അമൃതയ്ക്ക് നമ്മുടെ വർക്കൊന്നും കൊടുക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. അപ്പോ നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാന്ന് ചുരുക്കം. വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമല്ല. അത് വേണ്ട, എനിക്കിഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല അതുകൂടി പറഞ്ഞു തരണം. വർക്കും കോൺട്രാക്റ്റും ഒക്കെ ആവുമ്പോ ഹരി അവരെ ഇടയ്ക്കൊക്കെ കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. എന്തിനാ വെറുതെ? വേണ്ട, അത് ശരിയാവത്തില്ല. പ്രിയ, എനിക്ക് അമൃതയെന്നല്ല ഏത് സ്ത്രീയെ കാണണമെങ്കിലും അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതിനിങ്ങനെ ഒരു ടെൻഡർ നോട്ടിഫിക്കേഷൻ കൊടുത്ത് കൊട്ടേഷൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹരിയോട് തർക്കിക്കാനില്ല. ആ വർക്ക് അവർക്ക് കൊടുക്കണ്ട. എന്റെ കമ്പനിയുടെ വർക്കല്ലേ അത്. ഞാൻ തീരുമാനിക്കുന്നവർക്ക് കൊടുത്താൽ മതി. ഐസക് അങ്കിൾ പറഞ്ഞ ഗുഡ് ലക്കിന് കൊടുത്താൽ എന്താ കുഴപ്പം? അവർ എത്രയോ കാലമായിട്ട് പണിയുന്നതാ. നിനക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നീ അഭിപ്രായം പറയരുത്. ഐസക്കിനെ അല്ല, സ്വന്തം ഭർത്താവിനെയാ വിശ്വസിക്കേണ്ടത്. ഐസക് നമ്മുടെ എംപ്ലോയിയാണ്, എംപ്ലോയി മാത്രം. പ്ലീസ് പ്രിയ, ഇത്തവണ നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ അവർക്ക് കൺസേൺ ലെറ്റർ അയച്ചു പോയി. അതുകൊണ്ട് ലീവ് ഇറ്റ്. എനിക്ക് പോകാൻ സമയമായി. അപ്പോൾ വൈകിട്ട് റെഡി ആയിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ഓക്കെ, ബി എ ഗുഡ് ഗേൾ. സി യു. സി ഡാഡി. ആ, നീ എന്താ അവൻ യാത്ര പറഞ്ഞിട്ട് ഒരു നല്ല വാക്ക് പറയാഞ്ഞത്? യാത്ര പറയുന്നു, അതൊക്കെ വേറെ ഷോ അല്ലേ ഡാഡി. ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? ആ ഐസക് ഒരു നുണയനാണ്. അവൻ പറയുന്നത് കേട്ട് നീ ഹരിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഹരിക്ക് എപ്പോഴും അമൃതയോട് പ്രേമാ. അവളെ ഫിനാൻഷ്യൽ ആയിട്ട് സഹായിക്കാൻ വേണ്ടിയാ ഹരി എന്നെ മാരി ചെയ്തേ. ഇപ്പോ എന്റെ പണം എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. ആ ഐസക്കിന് അന്ന് തന്നെ പറഞ്ഞയക്കേണ്ടതായിരുന്നു. ഹരിയാണ് അയാൾക്ക് മാപ്പ് കൊടുത്ത് പിടിച്ചു നിർത്തിയത്. തെറ്റായിപ്പോയി. മോളെ, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എന്ന് മോളെന്നോട് ചോദിച്ചില്ലേ? കൊച്ചുകുട്ടിയല്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ സംസാര രീതിയിലും പെരുമാറ്റ രീതിയിലും മാറ്റം വരണം. എന്റെ സംസാരത്തിനും പെരുമാറ്റത്തിനും എന്താ കുഴപ്പം? മോളെ, അച്ഛനോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. നീ എന്താ ഹരിയോട് പറഞ്ഞത്? എൻ്റെ കമ്പനിയിലെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്ന്. നീ ഹരിയോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? നിന്റെ സ്വത്ത് എല്ലാം തന്നെ ഇപ്പോൾ ഹരിയുടെയും കൂടിയാണ്. അതുപോലെ ഹരിക്ക് സ്വന്തമായതെല്ലാം നിനക്കും കൂടി ഉള്ളതാണ്.
അതിന് ഹരിക്ക് സ്വന്തമായിട്ട് എന്തിരിക്കുന്നു? ഹരിയുടെ വീട്ടില് ഒരു പ്രാവശ്യം ഞാൻ പോയതല്ലേ. നമ്മുടെ ഡ്രൈവർ കുട്ടപ്പന്റെ വീട് അതിലും വലുതാ. എനിക്ക് വളരെ വിഷമമുണ്ട്. നിന്റെ മനസ്സ് മുഴുവൻ സംശയത്തിന്റെ വിഷമം. ആ ഐസക്കാണ് നിന്നെ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചത്. ഇനി ഒരു ദിവസം പോലും അവൻ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം കുറ്റിക്ക് 2 പൊട്ടിച്ച് നാളെ തന്നെ അവനെ ഞാൻ പറഞ്ഞുവിടും. നോ, ഐസക് അങ്കിൾ വിൽ കണ്ടിന്യൂ. കമ്പനിയുടെ ചെയർപേഴ്സൺ ഞാനല്ലേ. ഇനി മുതൽ ഞാൻ ആ സ്ഥാനം ഉപയോഗിക്കാൻ പോവാ. ഞാൻ ഓഫീസിൽ പോവും. ഐസക് അങ്കിളിനെ പിരിച്ചുവിടാൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. ആ വാക്ക് ഞാൻ ഐസക് അങ്കിളിനെ കൊടുത്തു കഴിഞ്ഞു. കാര്യങ്ങൾ ഇത്രത്തോളമായോ? എനിക്ക് പോലും എന്റെ കമ്പനിയിൽ സ്ഥാനമില്ലാതായാൽ ഹരിയുടെ സ്ഥിതി എന്തായിരിക്കും? സോറി മോളെ, ഒരു വലിയ അപകടത്തിലേക്കാണ് നീ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്താ 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 ഡോളി, എന്ത് പറ്റി? ഞാൻ മരിക്കും. ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു. അയ്യോ, പ്രമോദ് സാറെ ഓടി വരണേ. ഡോളി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരിക്കുന്നു. ഡോളി ഡോളി അയ്യോ ഡോളി ഡോളി ഞാൻ മരിക്കും. എന്ത് ഗുളിയാ കഴിച്ചത്? അതറിഞ്ഞൂടാ ഡോക്ടർ. സ്ലീപ്പിംഗ് പിൽസ് എന്നാ പറഞ്ഞത്. രക്ഷപ്പെടൂ. രക്ഷപ്പെടാൻ അത്രയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നല്ലപോലെ ഒന്ന് ഉറങ്ങും. ഉണർന്നു കഴിഞ്ഞാൽ 2-3 ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചാൽ മതി. 2-3 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നാൽ മതി. ഇത് ആത്മഹത്യയൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പോലീസിൽ അറിയിക്കുന്നില്ല. ഉറങ്ങാൻ ഗുളിക കഴിച്ചു, 1-2 കൂടിപ്പോയി, അത്ര തന്നെ. ശോ. അയ്യോ, ഞാൻ മരിച്ചില്ലയോ സാർ? എന്നെ മരിക്കാനെങ്കിലും സമ്മതിക്കാമായിരുന്നു. എനിക്കിനി ജീവിക്കണ്ട. ഓ ജീസസ്, എന്നെ ഒന്ന് കൊന്നു തരണേ. ശബ്ദം ഉണ്ടാക്കാതെ ഡോളി. അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ നാണം കെടുത്തി. എന്ത് വൃത്തിയുടെ ഡോളി കാണിച്ചത്? ഓഫീസിൽ എല്ലാരും അറിഞ്ഞു. എനിക്കറിയാം. അവസാനം എന്റെ ഗതി ഇതാ. സാറിനെ വിശ്വസിച്ചിട്ട് എനിക്ക് ഈ ഗതി വന്നു. ഞാൻ മരിക്കുന്നത് തന്നെയാ നല്ലത്. നിനക്ക് എന്ത് ഗതി വന്നെന്നാ? ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. അടുത്ത പ്രാവശ്യം ഞാൻ 100 ഗുളിക ഒരുമിച്ച് കഴിക്കും. സാറിന് എന്നെ മടുത്തു. എന്നെ ഉപേക്ഷിക്കും, എനിക്കറിയാം. ഞാൻ എന്തായാലും മരിക്കും. അന്നേരം സാറിന് ഇതിലൊരു പങ്കുമില്ലെന്ന് ഞാൻ എഴുതി വെക്കാം, പോരെ? എന്റെ മരണത്തിന് പ്രമോദ് സാർ ഉത്തരവാദിയല്ലെന്ന് പോലീസിന് പ്രത്യേക ഒരു ലെറ്റർ എഴുതി വെക്കാം.
ഓ, എഴുതി വയ്ക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എന്ന് വെച്ചാ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാനിപ്പോ പെരുവഴിയില്ല. നിനക്കേ ഞാനൊരു വീടെടുത്ത് തരാം. വാടക ഞാൻ കൊടുത്തോളാം. ഒരു കാറും തരാം, പോരെ? ഉറപ്പാണോ? ഉറപ്പ്. ആ വീട്ടിൽ എന്നെ ഒറ്റയ്ക്കാക്കുവോ? ഫു, യമുനെ മോനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നതൊന്നും ഞാൻ പറയില്ല. ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നൈറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. തീർച്ചയായും. നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ടൊരു ഷെൽട്ടർ. എത്ര കാലോ പേടിച്ച് പേടിച്ച് ഹോട്ടലിൽ കഴിയുന്നത്? ഏ ഇനി വരട്ടെ. ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. ഉച്ചയ്ക്ക് ലഞ്ചിന് വരുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞൂടെ? എന്റെ മോളെ, എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് പറയാൻ പറ്റൂ? കുറച്ചൊക്കെ ഊഹിച്ചെടുക്കണം. അവൻ ഇന്ന് തിരക്ക് കാണും, അത്ര തന്നെ. എന്തായാലും ഉച്ചയൂണിന് വരുന്ന പ്രശ്നമില്ല. അവളെ കൊണ്ട് എങ്ങാണ്ട് പോയതാ, എനിക്കറിയാം. ഇവിടുന്ന് താമസം മാറ്റിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞോണ്ടാ പോയത്. പ്രമോദേട്ടൻ ഇപ്പൊ എന്നെക്കാൾ വലുത് ഡോളിയാ. അതാ അവന്റെ നന്മ. അവൻ അവളോട് കടപ്പാടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അവക്കൊരു വീടെടുത്ത് കൊടുത്ത് താമസിപ്പിച്ചിട്ട് അവൻ ഇങ്ങ് വരും. നീ വെയിറ്റ് ചെയ്യ്. അച്ഛന്റെ തമാശ എന്റെ നെഞ്ചിടന്ന് ഒരുകുക. സ്വന്തം ഭർത്താവ് മറ്റു പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് കണ്ട് അതും സഹിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? സാരമില്ല മോളെ, ലോകമുണ്ടായ കാലം മുതൽ കുറച്ച് പെണ്ണുങ്ങൾ ഇതേ പ്രശ്നത്തിൽ സങ്കടപ്പെടുന്നുണ്ട്. അത്രേ ഉള്ളൂ സ്നേഹത്തിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യം. പിന്നെ വയസ്സുകാലത്ത് നിന്റെ വില അവൻ മനസ്സിലാക്കും. അന്ന് നീ അവനോട് കണക്ക് ചോദിച്ചോ? അല്ലാതെ പിന്നെ അച്ഛൻ എന്താ പറയണ്ടേ? നല്ല ഉപദേശം. എടി മോളെ, നിന്റെ അച്ഛൻ ഈ ജന്മം മാറുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആകാശം ഇടിഞ്ഞു വീണെന്ന് കേട്ടാലും ഇങ്ങനെ സംസാരിക്കൂ. ആകാശം ഇടിഞ്ഞു വീണാൽ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ താങ്ങിയാൽ അത് വീഴാതിരിക്കുമോ? ഹരി, ഇതെന്താ വരാത്തത്? ഞാൻ എത്ര നേരമായിട്ട് നോക്കി നിൽക്കുക. വേഗം വരുന്നുണ്ടോ ഹരി? 10 minutes. അതിനകത്ത് വന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോവും. ഞാൻ ഏതെങ്കിലും ഓട്ടോ പിടിച്ച് പോവും. അമൃത, അമൃത, വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? ഒന്നുമില്ല. ടയർ പഞ്ചറായി. എനിക്കാണെങ്കിൽ ആ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ ചെല്ലുകയും വേണം. ഓട്ടോ ഒന്നും നിർത്തുന്നില്ല. അതിനെന്താ, കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ വഴിക്കാ. വേണ്ട. വരൂ.
വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചോളാം. ഇറ്റ്സ് ഓക്കെ, കം. ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്കാ. പ്രിയ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്താൽ വാട്ടർ അതോറിറ്റി ഓഫീസല്ലേ? കമോൺ. ഞാൻ ഓഫീസിൽ കൊണ്ടുവിടാം. വേണ്ട ഹരി, ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു പൊയ്ക്കോളാം. ബൈ. ഓക്കെ ദെൻ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. സോറി പ്രിയ, അല്പം ലേറ്റായിപ്പോയി. വരൂ പോവാം. വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. ഇനി ആ കാറിൽ അവളെ കയറ്റിയാൽ മതി. ഏ ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം. പ്രിയ,